ഹരേ കൃഷ്ണ. ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഏകാദശിയാണ്. അതുകൂടാതെ ദക്ഷിണേന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉത്സവം കൂടി നടക്കുന്നുണ്ട്. അന്ന് സുമംഗലികളായ സ്ത്രീകളെല്ലാവരും തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ ഏറ്റവും ഐശ്വര്യവും ദിവ്യവുമായ രൂപങ്ങളിൽ ഒന്നാണ് വരലക്ഷ്മി രൂപം. മഹാലക്ഷ്മി തന്നെയാണ് വരലക്ഷ്മിയും. വര എന്നാൽ വരം എന്നാണ് അർത്ഥം. ലക്ഷ്മി എന്നാൽ സമ്പത്തും. ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് വരലക്ഷ്മി എന്ന വാക്ക് ഉണ്ടായത്. അങ്ങനെ ലക്ഷ്മിയുടെ ഈ രൂപത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തർക്ക് ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി തുടങ്ങിയ അനുഗ്രഹങ്ങൾ മഹാലക്ഷ്മി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. വരലക്ഷ്മി ദേവി വരമഹാലക്ഷ്മി എന്നും അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ വ്രതം വളരെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്ര, ഒറീസ മുതലായ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വ്രതം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ ആചരിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ഏറ്റവും ദയയും ഐശ്വര്യവുമുള്ള രൂപമാണ് വരലക്ഷ്മി. നമുക്കറിയാം, മഹാലക്ഷ്മിക്ക് 8 രൂപങ്ങളുണ്ട്, അഷ്ടലക്ഷ്മികൾ. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഷ്ടലക്ഷ്മികളെ പറ്റിയിട്ടുള്ളത്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് ഓരോ ലക്ഷ്മിമാരുടെയും രൂപം എങ്ങനെയാണ് അവരെ പ്രാർത്ഥിക്കേണ്ടത്, ഓരോ പ്രാർത്ഥനയുടെയും ഫലം എന്താണ്, ഇങ്ങനെ വിശദമായിട്ടാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 8 ലക്ഷ്മിമാർ ആരൊക്കെയാണ്? 1 ആദിലക്ഷ്മി, 2 ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ധൈര്യലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഇങ്ങനെ 8 ലക്ഷ്മിമാരാണ് ഉള്ളത്. ഇതിൽ തന്നെ മഹാലക്ഷ്മിയുടെ മറ്റൊരു രൂപമാണ് വരലക്ഷ്മി. ഈ വരലക്ഷ്മി ദേവിയുടെ വ്രതം അനുഷ്ഠിക്കുന്നതിന് ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ വിദർഭ എന്ന സാമ്രാജ്യത്തിലെ ഒരു നഗരത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബ്രാഹ്മണ സ്ത്രീയായിരുന്നു അവർ. ചാരുമതി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീക്ക് ഭർത്താവിനോടും കുടുംബത്തിനോടും എന്ന് തന്നെയല്ല, എല്ലാ ചരാചരങ്ങളോടും വളരെ സ്നേഹമുണ്ടായിരുന്നു. ദയാലുവായ ഒരു സ്ത്രീയായിരുന്നു. ഇവർ മഹാവിഷ്ണുവിൻ്റെ തീവ്ര ഭക്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ചാരുമതി ഒരു സ്വപ്നം കാണുകയാണ്. ഉറക്കത്തിൽ ആദിലക്ഷ്മി അവരുടെ മുമ്പിൽ വരികയും തൻ്റെ വരലക്ഷ്മി രൂപത്തെ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുന്നു. ചാരുമതി ഉറക്കത്തിൽ നിന്നുണർന്നു സ്വപ്നം മുഴുവൻ ഭർത്താവിനോട് പറഞ്ഞു. അതുകൂടാതെ ഇവർ തൻ്റെ തൊട്ടടുത്തുള്ള മറ്റു വീടുകളിലെ സ്ത്രീകളോടും ഈ വിവരം പറയുന്നു. അങ്ങനെ അവരെല്ലാവരും തന്നെ ഈ ദിവസം വരലക്ഷ്മി ദേവിയെ പൂജ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അവരൊരു മണ്ഡപമൊക്കെ പണിഞ്ഞ് അവരുടെ വിധിയാമണ്ണം കലശമൊക്കെ വെച്ച് ദേവിയെ ആവാഹിച്ചിരുത്തി ദേവിക്ക് പ്രസാദങ്ങളൊക്കെ സമർപ്പിച്ച് അവർ ആ ഒരു ദിവസം മുഴുവൻ ഭഗവതിയെ പ്രാർത്ഥിച്ചു. ദേവിയുടെ നാമങ്ങൾ ചൊല്ലുകയും അങ്ങനെ പൂർണ്ണമായ വ്രതനിഷ്ഠയോടുകൂടി ആ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ദേവി ലക്ഷ്മി ചാരുമതിക്ക് നവരത്ന കങ്കണങ്ങൾ, അതായത് 9 രത്നക്കല്ലുകൾ പതിച്ച വളകൾ സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം സമൃദ്ധിയും സമ്പത്തും ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മറ്റു സ്ത്രീകളും ഈ സ്ത്രീയുടെ കൂടെ, ചാരുമതിയുടെ കൂടെ പൂർണ്ണമായ വ്രതനിഷ്ഠയോടുകൂടി ഈ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് അവർക്കും വലിയ സമ്പത്ത് ലഭിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പൂജ കഴിഞ്ഞ് ചാരുമതി ബ്രാഹ്മണ പുരോഹിതർക്കെല്ലാം വെറ്റില സമർപ്പിച്ചു.
തുടർന്ന് അവർ വരലക്ഷ്മി വ്രതത്തിൻ്റെ പ്രസാദം ബന്ധുക്കൾക്ക് വിതരണം ചെയ്യുകയും സന്തോഷത്തോടുകൂടി ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കഥ ദക്ഷിണേന്ത്യയിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സുമംഗലികളായ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ വ്രതം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. എന്നാൽ ഉത്തരേന്ത്യയിൽ ഇത് വളരെ പ്രചാരമുള്ളതായിട്ട് അറിയില്ല. ദക്ഷിണേന്ത്യയിലാണ് ഈ വ്രതം കൂടുതലായിട്ട് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അന്ന് ഏകാദശിയാണ്. മഹാലക്ഷ്മി ആരാണ്? ഭഗവാന്റെ പ്രിയ പത്നിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 വ്രതങ്ങളും ഒരുപോലെ എടുക്കാൻ പറ്റും. കാരണം എന്തായാലും നമ്മൾ അന്ന് ഏകാദശി എടുക്കുന്നുണ്ട്. ഏകാദശി ദിവസം നമ്മൾ സാധാരണയായി മഹാവിഷ്ണുവിനെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്ന് നമ്മൾ മഹാലക്ഷ്മിയെയും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയും കൂടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയും കൂടെ നമ്മൾ എടുത്തു വെച്ച് നന്നായി അലങ്കരിച്ച് ഭഗവാനും ദേവിക്കും പ്രസാദങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് 2 പേരുടെയും നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ മഞ്ഞ വസ്ത്രം അന്നത്തെ ദിവസം ധരിക്കുന്നത് വളരെ ഉചിതമാണ്. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ, അതായത് നമ്മൾ ഈ ചകിരി കളയാതെ നമ്മളിങ്ങനെ ചകിരി മുകളിലേക്ക് വെച്ച രീതിയിൽ നമ്മൾ തേങ്ങ എടുക്കുമല്ലോ, അതേ രീതിയിൽ നമ്മൾ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങയിൽ മഞ്ഞപ്പൊടി നന്നായിട്ട് പുരട്ടണം. മഞ്ഞപ്പൊടി ഇച്ചിരി പനിനീരിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ഈ തേങ്ങയിൽ മഞ്ഞപ്പൊടി പുരട്ടുക. ഇനി നമുക്ക് അങ്ങനെ ചകിരിയോട് കൂടിയുള്ള തേങ്ങ കിട്ടുന്നില്ലെങ്കിൽ സാധാരണ തേങ്ങ ആയാലും മതി. നമ്മുടെ വിശ്വാസമാണ് പ്രധാനം. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി നന്നായിട്ട് പുരട്ടുക, ആ തേങ്ങ മുഴുവൻ. അതിനുശേഷം അത് ഒരു പട്ടക്ക വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ട് ആ തേങ്ങയെ പിന്നീട് നമ്മൾ കാണുന്നത് മഹാലക്ഷ്മി ആയിട്ടാണ്. അങ്ങനെ മഹാലക്ഷ്മി ആയിട്ട് ആ തേങ്ങയെ സങ്കല്പിക്കുമ്പോൾ ദേവിക്ക് എന്തൊക്കെ അലങ്കാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ അലങ്കാരങ്ങളൊക്കെ ചെയ്യുക. കണ്ണ് വരച്ചു കൊടുക്കാം, പുരികം വരയ്ക്കാം, പൊട്ടു തൊടിയിക്കാം. അതൊക്കെ ഓരോ മനോധർമ്മം അനുസരിച്ച് നമുക്കറിയാവുന്നതുപോലെ ഭഗവതിക്ക് വായ വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു വട്ടപ്പൊട്ടുപോലെ ഇട്ടാലും മതി അവിടെ എല്ലാം നമുക്കറിയാവുന്നതുപോലെ. അതിനുശേഷം നമുക്ക് ഒരു പട്ട് ദേവിയെ ഉടുപ്പിക്കുന്നത് പോലെ നമുക്കതിങ്ങനെ വെക്കാം, മാലകൾ ചാർത്താം. അങ്ങനെ അത് നമ്മുടെ മനസ്സിൽ പിന്നീട് അത് ഭഗവതിയാണ്. അങ്ങനെ ചെയ്യാം. മഹാവിഷ്ണുവിൻ്റെ തൊട്ടടുത്തായിട്ട് ദേവിയെയും കൂടെ ഇരുത്താം. ഭഗവാനെ ഒരിക്കലും ഒഴിവാക്കരുത്. അങ്ങനെ ദേവിക്ക് നൈവേദ്യം വെക്കാം, വിളക്ക് കത്തിക്കാം, നാമങ്ങൾ ദേവിക്ക് വേണ്ടി ചൊല്ലാം. എന്തായാലും ഏകാദശി ദിവസങ്ങൾ നമ്മൾ 2 പേരുടെയും നാമങ്ങൾ ചൊല്ലാറുണ്ട്. അക്കൂട്ടത്തിൽ ദേവിക്ക് ഈ പൂജകൾ കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭഗവാനും വളരെ സന്തോഷമാകും. 2 പേർക്കും നമുക്ക് പൂജകൾ ഒരേ സമയം തന്നെ ചെയ്യാം. ഇനി പൂജകളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, എല്ലാ പൂജകൾക്കും മുമ്പായി നമ്മളുടെ വീടും നമ്മുടെ പൂജാമുറിയും ശുദ്ധമാക്കി വെക്കുക. നന്നായി തുടച്ചു തൂത്ത് അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വൃത്തിയാക്കി വെക്കുക. വീട്ടിൽ പഴയ തുണികൾ അല്ലെങ്കിൽ അതായത് നനയ്ക്കാത്ത തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നനച്ച് വൃത്തിയാക്കി വെക്കുക. അങ്ങനെ ശുദ്ധമായ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് മാത്രമേ പൂജകളായി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് ദേവിക്കും ഭഗവാനും നൈവേദ്യമൊക്കെ വെച്ച്, എന്തായാലും ഏകാദശിക്ക് നമ്മൾ ഭഗവാനൊരു നൈവേദ്യം വെക്കും. അക്കൂട്ടത്തിൽ ദേവിക്കും കൂടെ വെക്കാം. അതേ പലഹാരം തന്നെ ദേവിക്കും വെക്കാം. ഇനി പൂജകളായിട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് വിഘ്നേശ്വരന് നൈവേദ്യം വെച്ചതിന് ശേഷം മാത്രമേ പൂജകൾ തുടങ്ങാവൂ. അങ്ങനെ 2 പേരുടെയും നാമങ്ങളൊക്കെ ചൊല്ലി നമ്മുടെ പൂജ അവിടെ അവസാനിപ്പിക്കാം. ഏകാദശിയാണ്. മഹാലക്ഷ്മി ആരാണ്? ഭഗവാന്റെ പത്നിയാണ്. അതുകൊണ്ട് തന്നെ ഈ പൂജകൾക്കൊക്കെ വലിയ ഫലമാണ് സിദ്ധിക്കുന്നത്. അപ്പോൾ ഈ 2 വ്രതങ്ങളും കൂടി ഒരേ ദിവസം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മഞ്ഞ നിറത്തിലുള്ള പലഹാരങ്ങൾ അന്നത്തെ ദിവസം നൈവേദ്യമായി വെക്കുന്നത് വളരെ ഉത്തമമാണ്. ഞാൻ നമ്മുടെ കൗസ്തുഭം വെജ് ഫുഡ്സിൽ മത്തങ്ങ കൊണ്ടുള്ള ഒരു ലഡു ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം അതിന് മഞ്ഞ കളറാണ്.
ഏകാദശിക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പച്ചക്കറിയാണ്, മറ്റ് ഒന്നും തന്നെ അതിനകത്ത് ചേർന്നിട്ടില്ല. അത് നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കി നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാം. നമ്മൾ കടലപ്പൊടി കൊണ്ടൊക്കെ ലഡു ഉണ്ടാക്കി വെച്ചാൽ അന്നത്തെ ദിവസം നമുക്കത് കഴിച്ചുകൂടാ, കാരണം ഏകാദശിയാണ്. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ ലഡു ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം, കാരണം അത് വെജിറ്റബിളാണ്. നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നൈവേദ്യം വെക്കാം. അത് തന്നെ നമുക്ക് ഗണപതി ഭഗവാനും വെക്കാം. ഭഗവാനും ലഡു വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്നത്തെ ദിവസം നമ്മൾ വിഘ്നേശ്വരനെയും അമ്മ മഹാലക്ഷ്മിയെയും നാരായണനെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് ലഭിക്കും. ഇതേ രീതിയിലാണ് നമ്മൾ അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോകേണ്ടത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ.